പരീക്ഷാകാലത്തെ ആകുലതകളിൽ ഉലയുന്ന വിദ്യാർത്ഥി മനസ്സുകൾക്ക് സാന്ത്വനമേകാൻ ധൈര്യമായി മുന്നോട്ട് എന്ന പേരിൽ സൗജന്യ കൗൺസിലിംഗ് സംരംഭം ഒരുങ്ങുന്നു. ചിട്ടയായ മാർഗനിർദ്ദേശങ്ങളിലൂടെയും 24 മണിക്കൂർ ഹെൽപ്പ് ലൈനിലൂടെയും അറിവിന്റെ ലോകത്ത് ആത്മവിശ്വാസത്തിന്റെ പൊൻതിരി തെളിക്കാനാണ് മൈൻഡ് കൂൾ കൊച്ചിയും ചേഞ്ച് ലൈഫ് ഓസ്ട്രേലിയയും ലക്ഷ്യമിടുന്നത്. ഒരു പദ്ധതിക്ക് we are starting one program called ധൈര്യമായി മുന്നോട്ട്. ഇത് സ്പെസിഫിക്കലി സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുവരുന്നതിൽ നമ്മളെല്ലാവരും തന്നെ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സാണ് സർട്ടിഫൈഡ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ എക്സാം പ്രഷർ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് എക്സാംസ് മുന്നോട്ട് വരുമ്പോൾ കുട്ടികളിൽ കാണുന്ന സ്ട്രെസ്, ആൻസൈറ്റി, പേടി, ഇതെല്ലാം മുന്നോട്ട് നമ്മൾ കണ്ടുവരുന്നത് കൊണ്ട് എക്സാം ടൈമിൽ നമ്മളൊരു ഹെൽപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ദം ടു ടോക്ക് ടു അസ്. കാരണം ഇപ്പോൾ കുട്ടികളിൽ നമ്മൾ കാണുന്നത് ദേ നീഡ് എ സ്പേസ് ടു ടോക്ക് rather than അവരെ മനസ്സിലാക്കുന്നില്ല, അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള ഒരു ഇത് കുട്ടികളിൽ കൂടുതലുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് മാത്രം അവരുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് ഉദ്ദേശിച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് 24/7 കൗൺസിലിംഗ് അലോട്ട് ചെയ്തിട്ടാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നമ്മളെ വിളിക്കാം. അതിന് രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നമ്മളൊരു കോൺടാക്ട് നമ്പർ അതിന് കൊടുക്കുന്നുണ്ട്. ആ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചിട്ട് കുട്ടികൾക്ക് ദേ ക്യാൻ ടോക്ക് ടു അസ്. സോ ദാറ്റ് നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാം തന്നെ അവരെ എപ്പോൾ വിളിച്ചാലും എടുത്ത് സംസാരിച്ച് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നതാണ് ഈ പദ്ധതി. വരുന്ന ഈ ആൻസൈറ്റി ഏറ്റവും കൂടുതൽ കാണുന്നത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് കുട്ടികളായിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എക്സാം സീസൺ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു എക്സാം സീസണാണ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയും ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ അവർക്ക് ഉണ്ടാകാവുന്ന ആൻസൈറ്റീസ് എല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സമയം കൂടെയാണ്. ടിൽ 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് കുട്ടികൾ ഫേസ് ചെയ്തിരുന്ന ഒരു 65% കൂടുതൽ പത്രക്കാർ നിങ്ങളായാലും തന്നെ അല്ലാതെ മെൻ്റൽ ഹെൽത്ത്, വെൽനസ് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓരോ കൊല്ലം ദ ഇൻക്രീസ് ഇൻ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ഫോർ ദ സ്റ്റുഡൻസ് വിച്ച് ലീഡ്സ് ടു ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻ ദം. സോ അതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് മെഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മോഡൽ എക്സാം തുടങ്ങി. മോഡൽ എക്സാം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികളിൽ പ്രഷർ കണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സിനാറിയോ ആണ്. അപ്പോൾ ആ സിനാറിയോയിൽ നിന്ന് എങ്ങനെ കുട്ടികളെ കേൾക്കാനൊരു കാത്, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ചേഞ്ച് ലൈഫ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കമ്പനി 20 years ആയിട്ട് ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് നോൺ ക്ലിനിക്കലിൽ വർക്ക് ചെയ്യുന്നതാണ് ഓസ്ട്രേലിയയിൽ. ഇത് നടത്തിക്കൊണ്ട് വരുന്ന മിസ്റ്റർ ജോണി എന്ന് പറഞ്ഞ സാറാണ്. പക്ഷേ വി ഹാവ് ബാക്ക്ഡ് അപ്പ് ബൈ ഡോക്ടർ ഡേവിഡ് ട്രോം, ഹൂസ് എ ഗ്ലോബൽ വെൽനസ് ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഫൗണ്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആൻഡ് ഓൾസോ സലീം ഇസ്മായിൽ എന്ന് പറഞ്ഞ സാറ് ഈസ് എൻ EXO, എക്സ്പൊണൻഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് സിംഗുലാരിറ്റി യൂണിവേഴ്സിറ്റിയുടെ co-founder ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഇവരുടെ ബാക്കപ്പിലാണ്. ആൻഡ് we have Mariam here, who is a director, who is one of the director of this. എല്ലാവരും പറയും പേരൻസിൻ്റെ സ്ട്രെസ്സാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അല്ല, പേരൻസും ഈക്വലി സ്ട്രെസ്ഡ് ആണ്. സോ കുട്ടികൾ മാത്രമല്ല, പേരൻസിനും നമ്മളെ വിളിക്കാം. വി ഹാവ് സർട്ടിഫൈഡ് ആൻഡ് വെരി എഫിഷ്യൻറ്റ് കൗൺസിലർ ഹു കൻ ഹാൻഡിൽ ദം. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന സോഷ്യൽ മീഡിയയുടെ യൂസേജ് കൂടുമ്പോൾ എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നു, ഇതൊക്കെയാണ് കുട്ടികളിൽ വരുന്ന അല്ലെങ്കിൽ പേരൻസിൽ വരുന്ന ഓരോ പേടിയും അതുപോലെ തന്നെ സ്ട്രെസ്സും. അത് മാറ്റിക്കൊടുക്കുക ഇസ് ദ ബേസിക് ഒബ്ജക്റ്റീവ് വി ഹാവ്. നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അഡോൾസൻ സ്റ്റേജിന് മുകളിലുള്ളവരാണ് ഏറ്റവും കൂടുതലും ഈ സ്ട്രെസ്, ആൻസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജാണ്. സോ ഇപ്പോൾ ബേസിക്കലി 10th, 11th, 12th ആണെങ്കിലും സ്റ്റുഡൻസ് ഫ്രം 6th standard ക്യാൻ കോൾ us. അതിൽ താഴെയുള്ളവർ വിളിച്ചാൽ ഞങ്ങൾ എടുക്കില്ല എന്നല്ല, ഓഫ് കോഴ്സ് വി വിൽ ടേക്ക്. ഒരു നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ, അത് കണക്ട് ചെയ്ത് പോക്കോളും. They always have a fear inside. അതുപോലെ തന്നെ പേരൻസ് ആയാലും ഒരു കൗൺസിലറിന് മുന്നിൽ ഒരു കുട്ടിയെ കൊണ്ടുവരാ എന്ന് പറയുന്നത് തന്നെ അവർക്ക് പേടിയാണ്. സമൂഹം എന്ത് പറയും എന്നുള്ളൊരു സൊസൈറ്റി ഫിയറും കൂടിയുണ്ട്. സോ ഞങ്ങൾ പറയണത് ഒന്ന് കേട്ടാൽ മതി. ദാറ്റ് ഈസ് വാട്ട് സ്റ്റുഡൻസ് വാണ്ട് നൗ. ഈ സമയത്ത് സപ്പോർട്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂസും എന്ത് വെള്ളം വരാം. സോ
സോ എനി ടൈം ദേ ക്യാൻ കോൾ us. എന്താ മെയിൻലി ഇപ്പോൾ നേരത്തെ സാർ ചോദിച്ച പോലെ ഇപ്പോൾ കണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കൗൺസിലർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ കാതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അതെന്താണെന്ന് വെച്ചാൽ മെയിൻലി ഇൻ ദ സൊസൈറ്റി നമ്മളൊരു സ്റ്റിഗ്മ ഉണ്ട്. കൗൺസിലേഴ്സ് സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ പോകുക എന്ന് പറയുന്നത് എവരിവൺ ഈസ് ഹെസിറ്റേറ്റിംഗ്. പിന്നെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂ വരും. അവർ നമ്മളെ ജഡ്ജ് ചെയ്യോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. സോ ഇത് നമ്മൾ ആരാണെന്ന് പോലും അറിയാതെ ശബ്ദം കൊണ്ട് മാത്രമാണ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മുമ്പിൽ ഒരാളില്ല, അവർ നമ്മളെ ജഡ്ജ് ചെയ്യോ, അവർ നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെയും ഫേസ് ചെയ്യേണ്ടി വരുമോ, ഇങ്ങനെയുള്ള യാതൊരുവിധ ഡിഫിക്കൽട്ടീസും കുട്ടികളെ ബോദർ ചെയ്യില്ല. അപ്പോൾ അവർക്കത് ഒന്നും കൂടെ ഓപ്പൺ അപ്പ് ആവാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം, അപ്പോൾ ആ ന്യൂസസിലൊക്കെ നമുക്ക് കാണാം കുട്ടികൾ പോലും ഈവൻ ടെക്നോളജി സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ നോക്കി വരെ സൂയിസൈഡ് ചെയ്യാൻ വരെ ശ്രമിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ചില സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രിക്ഷനും സമയത്ത് എടുക്കുന്നതാണ് ഈ സൂയിസൈഡ് ചെയ്യുക, ലൈഫ് എൻഡ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ. ആ സമയത്ത് നമ്മളെ കേൾക്കാനോ നമ്മളൊന്ന് കൂടെ നിൽക്കാനോ ഒരാളോ ഉണ്ടായിരുന്നെങ്കിൽ അത് ആരും ചെയ്യില്ല. അപ്പോൾ സഡൻലി അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആരെങ്കിലും നോട്ടീസ് ചെയ്യുമോ, ഇവൻ ദ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സോ സിബ്ലിങ്സോ അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് വിളിച്ച് സംസാരിക്കാം. അപ്പം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, അവരെ പ്രിവെൻറ്റ് ചെയ്യാം. ഞങ്ങൾ എപ്പോഴും നോക്കുന്നത് എന്താ വെച്ചാൽ പ്രിവെൻഷനാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും ഡാറ്റാസ് പറഞ്ഞു, കേരളം ഇസ് വൺ ഓഫ് ദ 10th ലിസ്റ്റിൽ സൂയിസൈഡ് റേറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നേക്കാൾ നല്ലല്ലേ ബിഫോർ പ്രിവെൻറ്റിങ്. ആ പ്രിവെൻഷനാണ് നമ്മളിവിടെ ഇപ്പോൾ എടുക്കുന്ന സ്റ്റെപ്പ്.